തീരെ കംഫർട്ടബിൾ അല്ല ഫ്രണ്ട്സ്. ഗോകുലബാല അഭിനയ രാജ. ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഫ്രണ്ട്സ്. മുടിയൊക്കെ ആകെ പശു നോക്കിയ മാതിരി ഇരിക്കുന്നു. നമ്മൾ എക്സാം ആയതുകൊണ്ട് ഈ ബാഗിലാണ് കേട്ടോ കൊണ്ടുപോകാറ്. ബുക്ക് ഉച്ചവരല്ലോ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു മോർണിംഗ് വ്ളോഗായിരിക്കും ഗൈസ്. അപ്പം ഞാനിന്ന് രാവിലെ പഠിക്കാൻ എണീറ്റിരിക്കുകയാണ്. പുറത്ത് വിളിച്ചൊക്കെ ഉണ്ട്. ഞാൻ കുറേ 6 മണിക്ക് എണീറ്റതാണ് ഫ്രണ്ട്സ്. ഇപ്പം 7:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി എണീറ്റതാണ്. നല്ല കുട്ടി നന്നാക്കി വിളിച്ചു ഗൈസ്. 10ലെത്തി. അപ്പം നമുക്ക് നേരോട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ 10th സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിനും ഉണ്ടായിരുന്നു, പാരൻസിനും ഉണ്ടായിരുന്നു മീറ്റിംഗ്. അപ്പം അങ്ങനെ ഓരോന്നിങ്ങനെ എല്ലാതും 10th ആയി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു 5 മണിക്കൂർ എന്നും പഠിക്കണം. പ്രിൻസിപ്പൾ പറഞ്ഞു കേട്ടോ, 5 മണിക്കൂർ എന്നും കുട്ടികൾ പഠിക്കണം. തുടക്കം മുതൽ 5 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് രാത്രി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് രാത്രി 6 മണി മുതൽ 9:30 വരെ 3.5 മണിക്കൂർ രാത്രി പഠിക്കാനും പിന്നെ 2 മണിക്കൂർ രാവിലെ പഠിക്കാനുമാണ്. ഞാൻ 9:30 വരെ രാത്രി പഠിക്കും, രാവിലെ 6 മണി to 7:30 വരെ പഠിക്കും. അപ്പം 5 മണിക്കൂറായിരുന്നു. 5 മണിക്കൂറായല്ലോ. ചിലപ്പോൾ ഇന്നലെ ഞാൻ 10 മണി വരെ ഇരുന്ന് പഠിച്ചായിരുന്നു. കാരണം ഞാൻ കുറച്ച് എഴുതാണ്ടായിരുന്നു, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ 10 മണി വരെ ഇന്നലെ പഠിച്ചായിരുന്നു. എനിക്കിനി ഫ്രഷ് ആവാനുണ്ട് ഫ്രണ്ട്സ്. ഞാൻ 7:30ക്കാണ് ഫ്രഷ് ആവാൻ എണീക്കൽ. ഇപ്പോൾ ഞാൻ ബയോളജി അല്ല കെമിസ്ട്രി പഠിച്ചു കൊടുക്കും. ഇത്ര നേരം ബയോളജി ആയിരുന്നു. പേജ് കുറച്ച് ദിയമോളൊന്നും എണീറ്റിട്ടില്ല. അച്ഛൻ രാവിലെ എണീറ്റിട്ട് വിളക്ക് കത്തിച്ചിട്ട് പോയി. അച്ഛൻ ഇന്നലെ ഇവിടെ ആയിരുന്നു. ദിയമോക്ക് ഇപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 എക്സാം കഴിഞ്ഞു. ഇനി എത്രയോ 6 എക്സാം ഒക്കെ ഉണ്ടോക്ക്. അപ്പോൾ അവർക്ക് ഉച്ച വരെ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് 3 മണി വരെ ഉണ്ട്. അവർക്ക് 12 മണി. അവർക്ക് 12 മണി ആകുമ്പം സ്കൂൾ ബസ് ഉണ്ട്. സ്കൂൾ ബസ്സിന് കയറി അവർ ഇങ്ങോട്ട് വരും. ഞങ്ങൾ 3 മണിക്ക് ഞങ്ങൾ തിരിച്ച് ലൈൻ ബസ്സിനാണ് വരേണ്ടത്. അന്ന് എക്സാമിന് വന്ന പോലെ ലൈൻ ബസ്സിന് വരുന്നത് ആകെ ഒരൊറ്റ ദിവസമേ രസമൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. കൂട്ടാരും നമുക്ക് സംസാരിച്ചിരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ബോറാണ്. ഇന്നലെ ഞാൻ ബസ്സിലായിരുന്നു. എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് സ്കൂൾ ബസ്സിൽ സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി തരും. അപ്പം സ്റ്റാൻഡ് വരെ കൊണ്ടാക്കുമ്പോഴത്തേക്കിനും നല്ലോണം നേരം വൈകും ഫ്രണ്ട്സ്. നടന്നു പോവാണെങ്കിൽ വേഗം ബസ് കിട്ടും. സാധാരണ നേരെ തിരിച്ചാണ് വരേണ്ടത്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നേരെ തിരിച്ചാണ്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇനിയിപ്പം കുളിക്കണ്ടേ? കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയായി ഇപ്പം ഫ്രണ്ട്സ്. മാൽക്കിസ്റ്റ് എൻ്റെ ഫേവററ്റ് ആണ് ഫ്രണ്ട്സ്. മാൽക്കിസ്റ്റിൻ്റെ ചീസിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ക്യാപ്പച്ചീനോ എന്നാണ് ഫ്ലേവറിൻ്റെ പേര്. ചായ കുടിക്കണം വേണ്ടിയിട്ട്. ഗൈസ്, പാട്ട് വെച്ചിട്ട് ഒരുങ്ങാൻ പോവാണ്. ഗൈസ്, ഞാൻ ഒരുങ്ങാൻ പോവാണ്. വെളിച്ചം തീരെ ഇല്ലാതെ എനിക്കറിയാം. അതാ ഞാനിവിടെ പറയുമ്പോൾ അലക്സ അവിടെ മറുപടി പറഞ്ഞത്. ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഫ്രണ്ട്സ്. നടുന്നാക്കി വളവ്. ഇത് എനിക്ക് ചേരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിതെന്തോ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. ഒരെണ്ണം പൊങ്ങിയാണല്ലോ. ഗോകുലബാല അഭിനയ രാജ. അങ്ങനെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നല്ല മഴക്കാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നല്ല മഴക്കാറുണ്ട്. ഇന്ന്
എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല ഫ്രണ്ട്സ്. മുടിയൊക്കെ ആകെ പശു നക്കിയമാതിരി ഇരിക്കുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈല് എനിക്ക് രസമല്ല, സൈഡിൽ കൂടെ ഇടുന്നതും എനിക്ക് രസമല്ല. പിന്നെ ഏതാണ് എനിക്ക് രസം? ഇപ്പത്തെ വീട്ടിലത്തെ മാവില് മാങ്ങ എന്നെ നോക്കിയിട്ട് വിളിക്കണ്ട ഫ്രണ്ട്സ്. കുറേ മാങ്ങ ഉണ്ട്. നമ്മളെ വീട്ടിലും മാങ്ങ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വലുതായിട്ടില്ല. കൊഴിഞ്ഞ് ചാടി പോയിക്കൊണ്ടിരിക്കണം. ഏറ്റവും അടിയിലാണിത്. എനിക്ക് കടിച്ച് പറിച്ചിടണതാണോ അതോ കൊഴിയണതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനെന്നാ പോയി കഴിക്കട്ടെ. ഞാൻ ലഞ്ച് കൊണ്ടുപോകണില്ല ഫ്രണ്ട്സ്. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുകൊടുക്കാണ്. ഞാൻ പുട്ടാണ് കഴിക്കണത്. പുട്ടും റോസ്റ്റും. വാദിയമോക്ക് ഇന്ന് മാത്സ് ആണ് കേട്ടോ എക്സാം. എനിക്ക് പുട്ടുണ്ടോ? മാത്സ് പരീക്ഷ അല്ലേ, പഠിച്ചോ? ഫുൾ മാർക്ക്? മാത്സ് പപ്പയാട്ടോ പഠിപ്പിച്ചേക്കണേ. ഫുൾ മാർക്ക്? ഫുൾ മാർക്ക് ഉണ്ടാവില്ല ദിയ. ഞാൻ നോക്കുമ്പോഴത്തേവിടെ മുട്ടപ്പഴം കൊടുത്തിട്ടുള്ളൂ. കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചോ ഇഷ്ടപ്പെട്ട മുട്ടയാണ്. അധികം വേവാത്ത മുട്ട ഇഷ്ടം. ഹാഫ് ബോയിൽഡ് എഗ്. എനിക്കിഷ്ടം. പിന്നെ ഒന്നിനും പൊട്ടിച്ചു പറയാം. നമ്മൾ എക്സാം ആയതുകൊണ്ട് ഈ ബാഗിലാണ് കേട്ടോ കൊണ്ടുപോകാറ്. ഉച്ച വരെയുള്ളൂ. വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി അല്ലേ? പെൻസിൽ സ്നാക്സോ? വെയിറ്റ് ഉണ്ടോ? ഞാൻ ചെരുപ്പിട്ടോ? സമയം പോയിട്ടോ. ബൈ ബൈ ഗൈസ്. ദിയമോൾ ഉച്ചയ്ക്ക് വരും. ദിയമോൾ ഉച്ചയ്ക്ക് എനിക്ക് എക്സാം കഴിഞ്ഞ സമയത്ത് നേരെ തിരിച്ചതല്ലോ അല്ലേ? ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വരും എക്സാം കഴിഞ്ഞിട്ട്. എനിക്ക് ഫൈനൽ എക്സാം ആണ് ഗൈസ്. എത്ര എക്സാം ഉണ്ട്? എത്ര എക്സാം ഉണ്ട്? എനിക്ക് 5 ആണ്. 5 ആണ്. വേഗം എണീക്ക്. ടാറ്റാ.